ഹലോ ഗൈസ്. ഇന്ന് ഞാൻ നമുക്ക് ഒരു സിമ്പിൾ ടൂൾസ് എക്സ്ട്രൂഡ് ഒരു ഫില്ലറ്റും വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ഇയർപോഡ്സ് ഇല്ലേ നമ്മുടെ ഈ പിക്സൽ ബഡ്സ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പിക്സൽ ബഡ്സിന്റെ ഈ കേസിന്റെ പോലത്തെ ഒരു സൈസ് എങ്ങനെ ഡിസൈൻ ചെയ്യാന്ന് നോക്കാം നമുക്ക്. അപ്പൊ ഞാനൊരു പുതിയൊരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ ഞാൻ പിക്സൽ ബഡ്സ് കേസ് എന്നാണ് നെയിം ചെയ്തിട്ടുള്ളത്. ആ ഡോക്യുമെന്റിൽ വരുന്നു, ഫ്രണ്ട് പ്ലെയിനിൽ വരുന്നു. എന്നിട്ട് ഞാനൊരു സിമ്പിൾ സ്കെച്ച് വരികയാണ്, ഒരു ലൈൻ. ഓക്കെ, ഒരു ലൈൻ വരച്ചിട്ട് ഞാൻ അതിനൊരു ഡയമെൻഷൻ കൊടുക്കണം. 40. എന്നിട്ട് ഞാൻ അതിനെ സ്ലോട്ട് ആക്കുകയാണ്. അതിൻ്റെ ഏകദേശം എനിക്ക് ഡയമെൻഷൻ 50 ആണ് എനിക്ക് വേണ്ടത്. കൊടുക്കുന്നു. പക്ഷെ ഇത് അത്ര വേണ്ട, അപ്പോൾ ഒരു 25. വേണ്ട, കുറച്ചുകൂടി ചെറുതാണ് 20. ഇതിപ്പോൾ ഏകദേശം ഇപ്പോൾ ആ ഒരു ഷേപ്പിൻ്റെ ഇതായില്ലേ, അങ്ങനെ നമ്മളത് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇതിനെ മിഡ് പ്ലെയിൻ ആക്കിയിട്ട് മേറ്റ് ചെയ്യാണ്. ഇതും നമ്മുടെ ഒറിജിനൽ. ഓക്കെ, പൊടിക്കും കൂടി ചെറുതാക്കാം നമുക്ക് 15. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഇപ്പുറത്തെ സെക്ഷനിൽ നിന്ന് നോക്കുമ്പോഴും ഒരു സ്ലോട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ, അതായത് റൈറ്റ് പ്ലെയിനിൽ വന്നിട്ട് ഞാൻ വീണ്ടും ഒരു സ്കെച്ച് വരയ്ക്കുക. പക്ഷേ ഈ പ്രാവശ്യം സ്കെച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു വെറുതെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, എന്നിട്ട് അതിനെ മിഡ് പോയിന്റ് ആയിട്ട് കൊടുത്തു, സ്ലോട്ടായിട്ട് സെലക്ട് ചെയ്തു. ഓക്കെ, പക്ഷെ എനിക്ക് ഈ ലെങ്ത് ഡിഫൈൻ ചെയ്യണേക്കാളും നല്ലത് ഞാൻ എന്താ ചെയ്യാൻ പോണേ, ഞാനിവിടെ വന്നിട്ട് കോയിൻസിഡന്റ് കൊടുക്കുകയാണ്, ഇതും ഈ ഒരു പോയിന്റും. ഓക്കെ, പക്ഷെ എനിക്ക് ഈ ക്രോസ് സെക്ഷൻ 50 അല്ല, അതൊരു ഏകദേശം കുറവാണ് അല്ലേ, വളരെ തിന്നാണ്. അപ്പോൾ ഒരു 15 അല്ലെങ്കിൽ ഒരു ലെറ്റ്സ് കുറച്ചും കൂടി ഒരു എസ്തെറ്റിക്കിന് 20 കൊടുക്കുകയാണ്. ഇനിയാണ് സകല ചേഞ്ചും വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഈ ഫേസിന് ഇത്ര വണ്ണം ഉണ്ടെന്ന് നമുക്കറിയാം. ഏത് വണ്ണം? ഈ ഒരു സെക്ഷൻ, ഈ ഒരു പ്ലെയിനിൽ ഏകദേശം നമ്മൾക്ക് ഈ ഉണ്ടാക്കിയ ആർക്ക്, അതായത് 20 അല്ലേ നമ്മൾ ഉണ്ടാക്കിയത്, അപ്പോൾ 20 mm എക്സ്ട്രൂഡ് ചെയ്യാന്നറിയാം. അപ്പം ആദ്യം അത് ചെയ്യാം, നമുക്ക് അറിയണത് വെച്ച് തുടങ്ങാം. ആദ്യം ഞാൻ ഇതിനെ എടുത്തു, സിമെട്രിക് എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് ഞാൻ 20 ഓർ എനിത്തിങ് എബവ് 20 കൊടുക്കാം, കുഴപ്പമില്ല. ഞാൻ എന്തിനാ എബവ് 20, ലെറ്റ്സ് എബവ് 25 കൊടുക്കണം. എന്തിനാ കൊടുക്കണമെന്ന് അടുത്ത ഇതിൽ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ക്രോസ് ആയിട്ടുള്ള ഈ സെക്ഷൻ എടുത്തു. ഇനിയാണ് ഞാൻ ഈ ഇതിൽ പറഞ്ഞ എക്സ്ട്രൂഡിന്റെ വേറൊരു ഫീച്ചർ ഉണ്ടായത്, അത് ഇന്റർസെക്ട് എന്ന് കണ്ടിട്ട് എനിക്കിനി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനെ ഇത് ഇന്റർസെക്ട് എന്നുള്ള ടൂൾ എടുക്കാൻ പോകും. ഇന്റർസെക്ട് എന്നുള്ള ടൂൾ കൊടുത്താൽ എന്താണ് സംഭവിക്കണതെന്ന് നിങ്ങൾ കണ്ട മനസ്സിലായോ? ഞാൻ പുതിയൊരു ഇതുണ്ടാക്കുമ്പോൾ അത് പാർട്ട് 1, അതായത് എക്സിസ്റ്റിംഗ് ആ പാർട്ട് 1നെ എവിടെയൊക്കെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ ആ റിമൈനിങ് പോർഷൻ മാത്രമാണ് അത് കീപ്പ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ അത് കട്ട് ചെയ്തു. മനസ്സിലായോ? ഇപ്പൊ ഒരു ഏകദേശം നമ്മൾ എന്താ പറയാ, ആ ഒരു ഷേപ്പ് വെച്ചിട്ട് മറ്റേതിനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ എക്സ്ട്രൂഡ് ചെയ്ത പോലെ ഇരിക്കും അത്. അങ്ങനെയാണ് നമ്മൾ ഈ രണ്ടാമത്തെ ഒരു ഷേപ്പ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, ഇതിന്റെ ഈ എഡ്ജസ് ഇപ്പൊ ഭയങ്കര ഷാർപ്പാണ് അല്ലേ, അപ്പൊ ഈ എഡ്ജസ് എങ്ങനെ ഇതാക്കുക? ഓബിയസ്ലി ഫില്ലറ്റ്. അതിന്റെ നമ്മൾ എത്ര കൊടുക്കും? ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇപ്പൊ ഇത് നമ്മൾ അതിന്റെ 2 എഡ്ജിനും കൊടുക്കണം. പക്ഷെ ഇപ്പോഴും അതിന്റെ ഷേപ്പ് എന്തോ ഒരു പന്തികേട് പോകുന്നുണ്ട് അല്ലേ. ഇതിന്റെ ഈ സൈഡും ഭയങ്കര കർവ്ഡ് ആണ്, പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഫ്ലാറ്റ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള റേഡിയസിന്റെ ഇവിടെ ഒരു ഫ്ലാറ്റ് എൻഡ് ഉണ്ട്. ഏതായിരിക്കും ബെസ്റ്റ് റേഡിയസ്? അതിനുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര കൊടുക്കുക? നമുക്ക് ആ തിക്നെസിന്റെ ഹാഫ്, നമ്മുടെ തിക്നെസ് എത്ര കൊടുത്തിരുന്നത്? 10 അല്ല 20. അപ്പൊ നമ്മൾ 10 എന്നൊരു റേഡിയസ് കൊടുത്തു കഴിഞ്ഞാൽ നടുക്കുള്ള ഈ ഒരു എഡ്ജ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ആ ഒരു എമൗണ്ട് തിക്നെസ് റേഡിയസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഫില്ലറ്റ് കിട്ടി അല്ലേ. ഇപ്പൊ ആ കേസ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിന്റെ അതേ ഷേപ്പില് അല്ലേ.
ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ സ്പ്ലിറ്റ് ലൈൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ സ്പ്ലിറ്റ് ലൈൻ ഈ വ്യൂ മാറ്റിയിട്ട് നമുക്കൊരു പുതിയൊരു ഇതും കൂടി പഠിക്കാം. വ്യൂവിൽ വന്നിട്ട് ഇപ്പൊ ഈ ഷെയ്ഡഡ് ആണ്, ഷെയ്ഡഡ് വിത്തൗട്ട് എഡ്ജസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പെബിൾ ഷേപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഷേപ്പുള്ള ഇത് കിട്ടി അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ കുറച്ച് ആലോചിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് എങ്ങനെ ഒരു ഷേപ്പ് കാണുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ റീകൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് CAD പഠിക്കാൻ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു രീതി അല്ലെ. ഈ ഒരു ഷേപ്പിനെ നമുക്ക് ഇപ്പൊ നമ്മൾ പഠിച്ച സ്ഥിതിക്ക് നമുക്കിതിനെ ഒരു കാര്യം കൂടി ചെയ്യാം. നമുക്ക് ഈ ഒരു ഇതിനൊരു ഓപ്പണിംഗ് ഉണ്ട്. ഇതിന്റെ ഓപ്പണിംഗ് കണ്ട, ഇതിന്റെ ഈ കട്ട് വരുന്നത് ഒരു ചെരിഞ്ഞിട്ടുള്ള ഒരു കട്ടാണ്. ഇവിടെ വരുമ്പോൾ സ്ട്രെയിറ്റ് ആണ്, ഇവിടെയും ചെരിഞ്ഞിട്ടാണ്. അപ്പൊ അതായത് ഒരു ഇങ്ങനെ ഒരു പ്ലെയിനിൽ ഒരു കട്ട് കൊടുത്ത പോലെയാണ് ഇതിന്റെ ഇവിടുത്തെ ഈ ഹിഞ്ചിന്റെ ഈ ഓപ്പണിംഗ് വരുന്നത് അല്ലെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ഏതിലെ കട്ട് ചെയ്യാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. അപ്പൊ ഏതിലേക്ക് വരും? നമ്മൾ ഈ ഒരു റൈറ്റ് പ്ലെയിനിൽ ഒരു കട്ട് കൊടുത്താൽ പോരെ. നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ഏകദേശം ഒരു ആർക്ക് ഉണ്ടാക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മൾ ഒരു ഗുഡ് പ്രാക്ടീസ് എന്ന രീതിക്ക് എല്ലാത്തിനും ഡയമെൻഷൻ കൊടുത്ത് ശീലിക്കുക. അതാകുമ്പോൾ നമ്മൾ എപ്പോഴും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഹോബി ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്ര നിങ്ങൾക്ക് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ചെയ്യുമ്പോൾ ഈ ഡയമെൻഷന്റെ ഇമ്പോർട്ടൻസ് അറിയില്ല. പക്ഷെ നിങ്ങൾ ഒരു ഫ്യൂച്ചറിൽ ഒരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഡയമെൻഷൻസിനൊക്കെ പ്രാധാന്യം വരും. എത്രയൊക്കെയാണ് കൊടുക്കേണ്ടത്, ഏതാണ് ഇതിന്റെയൊക്കെ എല്ലാം ഇമ്പോർട്ടൻസ്. അപ്പൊ ഇതൊക്കെ ഒരു കൊടുത്ത് ശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ അതൊരു ആക്ച്വലി യൂസ്ഫുൾ ആയിരിക്കും അല്ലേ. അപ്പോൾ 25 കൊടുത്തു, ഞാൻ 25 തന്നെ ആംഗിൾ കൊടുത്തു. ഓക്കെ, ഇനി വന്നിട്ട് ഞാനൊരു തിൻ കട്ട് കൊടുക്കുകയാണ്. തിൻ കട്ട് ഓക്കെ, എത്ര? ഒരു 0.5 ഉള്ള ഒരു കട്ട് റിമൂവ്. ഓക്കെ, പക്ഷെ അത് സിമെട്രിക് ആണ് അല്ലേ. സിമെട്രിക് ആയിട്ട് എത്ര ഡെപ്ത് വരേണ്ടത്? നമുക്ക് ത്രൂ ഓൾ വരെ വേണമെങ്കിൽ കൊടുക്കാം, ത്രൂ ഓൾ ആയിട്ട് കൊടുക്കാം. അപ്പൊ ആ ഒരു കട്ടും ഉണ്ടായി. ഇനി ഇവിടെ വന്നിട്ട് നമുക്ക് ഷെയ്ഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഭംഗിയായിട്ടുള്ള ആ കട്ട് നമുക്ക് കാണാൻ പറ്റും. ഏകദേശം നിങ്ങൾക്ക് ആ ഷേപ്പിൽ, പക്ഷെ ഇപ്പൊ മനസ്സിലായോ കുറച്ചുകൂടി താഴ്ത്തണമായിരുന്നു. അപ്പൊ കുറച്ചും കൂടി താഴ്ത്താം. അപ്പൊ ആ കട്ടിന് വീണ്ടും നമുക്ക് ഇത്ര ഹൈറ്റ് വേണ്ട, നമുക്കൊരു ഇവിടുന്ന് ഒരു 6 mm മതി. അത്ര കൂടിപ്പോയിട്ടോ, 8 mm ഇരിക്കട്ടെ. നമുക്ക് ഇത്ര 20 മതി ഡിഗ്രി. ഓക്കെ, ഇപ്പൊ കുറച്ചും കൂടി നല്ല ഒരു കട്ടായിട്ട് അത് മാറി, കണ്ടില്ലേ. പക്ഷെ നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ഷെല്ലാക്കി മാറ്റണമായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇവിടെ ഇതിന് മുമ്പും വേണമെങ്കിൽ ഷെല്ലാക്കാം, ഇതിന് ശേഷം ഷെല്ലാക്കാം. പക്ഷെ ഞാൻ ഇതിന് മുമ്പുള്ള സ്റ്റെപ്പിൽ ഷെല്ലാക്കാനായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പൊ ഞാനൊന്ന് റോൾ ബാക്ക് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഷെൽ കമാൻഡ് എടുക്കുന്നു. എന്നിട്ട് ഫേസസ് ടു റിമൂവല് നമ്മൾ ഹോളോ കൊടുക്കണം. കംപ്ലീറ്റ് ഹോളോ ആയ കാരണം ഹോളോ കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ എത്ര തിക്നെസ് കൊടുക്കണം? 3 mm തിക്നെസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യണ പാർട്സ് ടു ഹോളോ പാർട്ട് 1 ഷെല്ല് കൊടുത്തിട്ട് ഞാനിപ്പോ സെക്ഷൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ സെക്ഷന് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇവിടെ പോയിട്ട് സെക്ഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഷിഫ്റ്റ് എക്സ് അത് കഴിഞ്ഞാലും സെക്ഷൻ ചെയ്യാം. അപ്പൊ അത് കണ്ടില്ലേ, കംപ്ലീറ്റ് ഹോളോ ആയി. എന്നിട്ട് ഞാൻ റോൾ ബാക്ക് ചെയ്യാണ് നമ്മുടെ അടുത്ത കട്ടിന് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മുടെ കേസ് നല്ല ഭംഗിയായിട്ട് ഒരു കേസ് വന്നില്ലേ. അതിന്റെ ഹിഞ്ചിനുള്ള കട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഇനി അടുത്തടുത്ത വീഡിയോയിൽ നമുക്ക് ഇത് കുറച്ചും കൂടി ഒക്കെ ഡീറ്റെയിൽ ചെയ്ത് നമുക്ക് കൊണ്ടുവരാം. എങ്ങനെ ഹിഞ്ച് കൊടുക്കണം, എവിടെ ഹിഞ്ച് കൊടുക്കാം. അപ്പൊ ഇവിടെയാണ് അതിന്റെ ഹിഞ്ച് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഹിഞ്ച് കൊടുക്കാം. ഇനി അതിന്റെ ഇയർബഡ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് അതിൽ എങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യാന്നൊക്കെ നോക്കാം. കുറെ ടൂൾസ് നമ്മൾ അതിലേക്ക് ഞാൻ പിടിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ നമ്മളിപ്പോ ഇത്രയും പഠിച്ച വെറും ഒരു സിമ്പിൾ ടൂളുകൾ വെച്ചിട്ട് നമ്മൾ ഒരു ഗൂഗിൾ പിക്സൽ എന്ന കമ്പനിയുടെ ഈ ഒരു ഇതുണ്ടാക്കിയില്ലേ നമ്മൾ.
അപ്പോൾ ഇതൊരു വളരെ ഒരു നല്ലൊരു ഷേപ്പായിട്ട് നമുക്കൊരു ലേണിംഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെ നമ്മൾ ഈ പ്ലെയിൻസിൽ നമുക്ക് മാറ്റി മാറ്റി പഠിക്കാമെന്നും ഇങ്ങനത്തെ കാര്യങ്ങളും, എങ്ങനെ കട്ട്, എങ്ങനെയാണ് ഷെല്ല്, എങ്ങനെ നമുക്ക് ഫില്ലറ്റ് ഒക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് നമ്മൾ ടൂൾസ് യൂസ് ചെയ്ത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ പഠിക്കാം. അപ്പോൾ ഈ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് കൂടുതൽ പഠിക്കാൻ, ഇങ്ങനത്തെ വീഡിയോസ് മതിയോ എന്നുള്ളതൊക്കെ നിങ്ങൾ ഈ അടിയിൽ കമൻറ്റിൽ വന്നിട്ട് പറയുക. ഞാൻ അതിനനുസരിച്ച് വീഡിയോസിൻ്റെ സ്റ്റൈൽ മാറ്റി മാറ്റി കൊണ്ടുവരാം. എന്തായാലും ഹാപ്പി ലേണിംഗ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ ഇങ്ങനത്തെ കുറേ വീഡിയോസ് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് CAD നല്ല അടിപൊളിയായിട്ട് പഠിക്കാനുള്ള എല്ലാ ടൂൾസും ടിപ്സും ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ